യൂണിറ്റി മോട്ടോഴ്സ് തൊടുപുഴയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ കൊടുത്ത ജാക്കിയാണ്. ഇതിപ്പോൾ 5ാമത്തെ മാസമാണ്. അപ്പോൾ ഇതിൻ്റെ വീലുകളിലെ എല്ലാം തന്നെ നൂലുകളൊന്നും ചുറ്റാതെ നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ജാക്കിയുടെ ഭാഗത്ത് ലീക്കും കാര്യങ്ങളോ ഒരച്ചിലോ ഒന്നും കാര്യമായിട്ട് സിലിണ്ടർ ഭാഗത്തില്ല. ഫ്രണ്ട് വീലെല്ലാം വളരെ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റി മോട്ടോഴ്സിൽ നിന്ന് ഞങ്ങൾ 2 ജാക്കി റിപ്പയറിന് എടുത്തെങ്കിലും റിപ്പയർ ചെയ്യാനാവാത്ത വിധം തേഞ്ഞ് നശിച്ചു കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ്, ഈ ജാക്കികൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം, 5 മുതൽ 10 വർഷം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ടൂൾ വണ്ടിയിൽ നിന്ന് റിക്വസ്റ്റ് അവിടുത്തെ ഓണർമാർ സ്വീകരിക്കുകയും പുതിയ ജാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോടൊരു ജൂനിയർ ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെ ഏൽപ്പിക്കണം ഇതിൻ്റെ വീലിൻ്റെയും ഇതിൻ്റെയൊക്കെ സംരക്ഷണം എന്ന് പറഞ്ഞു. പക്ഷേ അവരൊരു സീനിയർ ടെക്നീഷ്യനെ തന്നെയാണ് അത് ഏൽപ്പിച്ചത്. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അത് ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ 5 മാസം കഴിഞ്ഞിട്ടും അതിന് യാതൊരു കുഴപ്പമോ നൂല് ചുറ്റലോ ഒന്നുമില്ല. ഇത് എടുത്തു പറയാൻ കാരണം, ഞാൻ ഇത്രയും വർക്ക്ഷോപ്പിൽ പോയിട്ട് കണ്ടതിൽ ഏറ്റവും മോശമായിട്ട് ജാക്കി ഉപയോഗിച്ച് നശിപ്പിച്ച ജാക്കി ഒരു വർക്ക്ഷോപ്പായിരുന്നു. ഇന്ന് അതിനൊക്കെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓണർമാരെടുത്ത ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഈ ഒരു മാറ്റം അവിടുത്തെ തൊഴിലാളികളിലും ഉണ്ടായിരിക്കുന്നത്. എത്ര ക്ലീൻ ആയിട്ടാണ്, ഇത്രയൊക്കെ ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ വലിയൊരു സന്തോഷമാണ് നമുക്ക്. നമ്മൾ SS മോട്ടോഴ്സിൽ കൊടുത്ത ജാക്കിക്ക് 6 മാസം കൊണ്ട് 3 വർഷത്തെ തേയ്മാനം വരെ വരുന്നുണ്ട്. വർക്കിൻ്റെ ആധിക്യം കൊണ്ടാണ്. ജാക്കിയുടെ എണ്ണം മാത്രം നിവർത്തിയുള്ളൂ. ഇത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.